വന്ന് കണ്ടതിൽ വളരെ സന്തോഷം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു പച്ചമാങ്ങ കറിയാണ്. ഇത് സാധാരണ നമ്മളെ വീട്ടിലൊക്കെ വിഷുവിന് വിഷുക്കട്ടയ്ക്ക് ആണ് ഇത് മെയിനായിട്ട് ഉണ്ടാക്കാറ്. അല്ലാതെയും ചോറിൻ്റെ കൂടെ ഇപ്പോൾ പച്ചക്കറി തോരനൊക്കെയാണോ ഉള്ളത്, പുളിയില്ലാത്ത കറികളാണോ ഉള്ളത്, മീൻ കറിയൊന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാങ്ങക്കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാനായിട്ട് നല്ല ടേസ്റ്റ് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ ചെറിയ പച്ചമാങ്ങ. ഇത് നല്ല പുളിയുള്ള ഏത് പച്ചമാങ്ങയാലും കുഴപ്പമില്ല. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ചെറിയ പച്ചമാങ്ങയാണ്. അങ്ങനത്തെ 2 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. 2 എണ്ണം എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിയുക, ചെറിയ ചെറിയ പീസായിട്ട് അച്ചാറിനൊക്കെ അരിയുന്ന പോലെ അതിനേക്കാൾ ഒരു ഇത്തിരിയും കൂടി തിക്നെസ്സിൽ അരിയാം. അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ അപ്പം ഇത് ഇങ്ങനത്തെ ചെറിയ മാങ്ങ കാരണം 2 ചെറിയ പച്ചമാങ്ങ എടുത്തിരിക്കുന്നത്. പിന്നെ നാളികേരം പാല്. ഇതിപ്പോൾ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും 3 കൂടി 500 ml നാളികേരം പാലുണ്ട്. അപ്പം അത് അതിലേക്ക് ഒഴിക്കാം. ഈ ഇങ്ങനത്തെ കറി മാങ്ങക്കറി വയ്ക്കുമ്പോൾ, മാങ്ങക്കറി എന്നില്ല, പുളിയുള്ള കറികൾ വയ്ക്കുമ്പോൾ എപ്പോഴും ചട്ടിയിൽ, കലച്ചട്ടിയിൽ അല്ലെങ്കിൽ ചട്ടിയിൽ വെക്കുകയാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. മറ്റ് പാനുകളിൽ വയ്ക്കുമ്പോൾ, നോൺ സ്റ്റിക്കിൻ്റെയിലൊക്കെ വയ്ക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചട്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നാളികേരം പാൽ ഒഴിക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ചെറിയ ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 2 ഫുൾ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 3 കൂടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇതിൽ ചേർക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാതെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് ആവാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടുപ്പത്ത് വെക്കുക, വേവിക്കുക. ചെറിയ തീയിൽ വെക്കുകയാണ് നല്ലത്. നാളികേരം പാലായത് കാരണം പൊട്ടാണ്ട് സൂക്ഷിക്കണം. ചെറിയ തീയിൽ വെക്കുക. വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളി കുത്തിക്കാച്ചണം. അപ്പം അത്രയാണ് ഇത് ഈ കറി ആവാനായിട്ടുള്ള, അത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ. ഞാനിത് വേവിക്കാൻ വെക്കാൻ പോകും. ഞാനിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു സ്ലോ ഫ്ലെയിമിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ നമ്മളിതിൽ ഉള്ളിയും കറിവേപ്പിലയും കുത്തിക്കാച്ചിടും. അപ്പോൾ അത് വേവണ വരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ കറി റെഡിയായി, ഓഫ് ചെയ്തു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് കുത്തിക്കാച്ചാനായിട്ടുള്ളത്. നാളികേരം പാലിലുള്ള കറി കുത്തിക്കാച്ചുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ഞാൻ കുത്തിക്കാച്ചാനായിട്ടുള്ള ഉള്ളി, കറിവേപ്പിലയും ഇട്ട് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറ്. നമ്മൾ മീൻ കറിക്ക് കാച്ചുന്ന പോലെ ഡാർക്ക് ബ്രൗൺ ആവാൻ വരെ വെയിറ്റ് ചെയ്യില്ല. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കാച്ചിയത് ഒഴിക്കാം. ഉള്ളി മൂത്തിട്ടുണ്ട്. പിന്നെ ഞാനത് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഞാനിത് പറയാനായിട്ട് വിട്ടുപോയ കാര്യം, ഇതിൽ മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. മഞ്ഞൾപ്പൊടി താല്പര്യമില്ലാത്തവർ ഇടണമെന്നില്ല. എനിക്ക് ഇത് ഉള്ളിക്കറി അല്ല, പച്ചമാങ്ങ കറി നമ്മൾ വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടാറില്ല. അങ്ങനെ ഇരിക്കണത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയോട് ഇത്തിരി ഒബ്സസ്ഡ് ആയിട്ടുള്ള ആളായതുകൊണ്ടും ഇതിൻ്റെ കളറിങ്ങനെ വെളുത്തിരിക്കണത് ഇഷ്ടമില്ലാത്തത് കൊണ്ടുമാണ് ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇട്ടത്. അപ്പോൾ അത് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് മഞ്ഞൾപ്പൊടി ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. മഞ്ഞൾപ്പൊടി ഇടാണ്ട് വെക്കാം, മുളക് പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് വളരെ സിമ്പിളാണെങ്കിലും നല്ല
ടേസ്റ്റുള്ളൊരു കറിയാണത്. നിങ്ങൾക്ക് ഇപ്പോൾ പച്ചക്കറി എരിവില്ലാത്ത പച്ചക്കറികളൊക്കെയാണ്, മീനൊന്നും ഇല്ല, പുളിയുള്ള കറിയൊന്നും ഇല്ല എന്ന് ഉണ്ടെങ്കിൽ ഒരു 2 പച്ചമാങ്ങ അല്ലെങ്കിൽ ഒരു പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിൽ ചോറുണ്ണാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഞാൻ ചെറിയ തീയിൽ വെക്കണത്, എനിക്ക് ചട്ടിയിൽ വെക്കുമ്പോൾ പ്രത്യേകിച്ചും പുളിയുള്ള കറികൾ നാളികേരമ്പാലിൽ സ്പെഷ്യലി വെക്കുമ്പോൾ ചെറിയ തീയിൽ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറ്. കുറച്ച് സമയം എടുക്കും, പക്ഷേ എന്നാലും അതിനാണ് കൂടുതൽ ടേസ്റ്റ് തോന്നാറ്. അപ്പോൾ നമ്മൾ ഇത്രയും വെച്ചിരുന്നത് ഇത്രയും വറ്റി നാളികേരമ്പാൽ അങ്ങനെ വരുമ്പോഴാണ് അതിനൊരു നല്ല ടേസ്റ്റ് തോന്നാറ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്, ചെറിയ തീയിൽ വെച്ച് ചെയ്യണത്. അപ്പോൾ ഇതാണ് പച്ചമാങ്ങ കറി.